Hey guys, welcome back to a brand new video of iDrive Canada. നമുക്കിന്ന് നമ്മുടെ വാഹനത്തിലെ എഞ്ചിൻ എയർ ഫിൽട്ടർ എങ്ങനെ വളരെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം അല്ലേ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ചിലവാക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡ് ആദ്യം ഓപ്പൺ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ എയർ ഫിൽട്ടർ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ കാണാം. നമ്മുടെ ഈ വാഹനത്തിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ എൻജിൻ എയർ ഫിൽട്ടർ ലൊക്കേറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തേക്കാണ്. ഇതാണ് ഇതിൻ്റെ അടിയിലാണ് എൻജിൻ എയർ ഫിൽട്ടർ ഇരിക്കുന്നത്. ഇതിൽ കുറച്ച് രണ്ട് ക്ലിപ്പുകളാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഈ രണ്ട് ക്ലിപ്പ് നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺഹുക്കാവും. അതുപോലെ തന്നെ ഈ ഹുക്കും ഇങ്ങനെ ബാക്കിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഓപ്പണായി. പിന്നെ ഈ മാസ് എയർ ഫ്ലോ സെൻസറിൻ്റെ കുറേ വയറിങ് ഹാർഡ്നെസ് ആണ്. ഈ ക്ലിപ്പും കൂടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യുക, എന്നിട്ടിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ദൂരെ വരും. അതുപോലെ തന്നെ ഈ ക്ലിപ്പും ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പുഷ് ചെയ്യുക, എന്നിട്ട് ബാക്കിലേക്ക് പുള്ളി ചെയ്യുക. ഈസി. പിന്നെ ഈ മാസ് എയർ ഫ്ലോ സെൻസറിൻ്റെ ഇതും കൂടെ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാവും. ഇതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ബാക്കിലേക്ക് തള്ളിയാൽ പുഷ് ചെയ്താണ് അത് ഊരിപ്പോരും. സിമ്പിൾ. അപ്പോൾ ഇത് മൊത്തം നമുക്കിങ്ങനെ ഇതിന് നമുക്ക് ഇതിന്ന് ഈ ഫിൽട്ടർ കവറിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഈ ഫിൽട്ടർ കവർ ഹോൾഡ് ചെയ്യുന്ന രണ്ട് ഹുക്കുകളാണ്. ഈ കാണുന്ന ഇതും ഇപ്പുറത്തെ ഒരെണ്ണം കൊണ്ട് നമ്മൾ ഈ ഫിൽട്ടർ ബാക്കിലേക്ക് ചെറുതായിട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഊരിപ്പോരും. നമുക്ക് കവർ ബാക്കിലേക്ക് ഊരിയെടുക്കാം. ഈ അകത്ത് കാണുന്ന ഓറഞ്ച് കളറിൽ അതാണ് നമ്മുടെ ഫിൽട്ടർ. അത് കൈ കൊണ്ട് ഞാൻ എടുക്കാം. See, it's very simple, right? ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും ഫിൽറ്ററിലൊക്കെ നോക്കാം, എന്തെങ്കിലും പറ്റി പിടിച്ചൊരു ഇതുണ്ട്. ഇവിടെ ചെറിയൊരു ഇത് കാണും. നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വെക്കല്ലേ. എൻജിൻ എയർ ഫിൽറ്റർ അങ്ങനെ പെട്ടെന്ന് ഡേർട്ടി ആതല്ലോ, പക്ഷേ ക്യാബിൻ എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ തിരിച്ചു വെച്ചു എടുത്ത പോലെ തന്നെ. ഇനി ഈ കവർ നമ്മൾ എടുത്ത പോലെ തന്നെ തിരിച്ച് ആ ഹുക്കിലേക്ക്, ഞാൻ ഒരു രണ്ട് ഹുക്ക് കാണിച്ചില്ലായിരുന്നു, അതിലേക്ക് കയറ്റി വെക്കുക. കയറ്റി വെച്ച് കഴിഞ്ഞാൽ എൻജിൻ എയർ ഫിൽറ്ററിൻ്റെ കവർ തിരിച്ചു വെച്ചു. ഇനിയിപ്പോൾ ആ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിയും. ഈ ക്ലിപ്പ് ഇതൊരു ക്ലിപ്പ്, സെക്കൻഡ് ക്ലിപ്പ് കണ്ട് ഇവിടെയാണ് കാണുന്നത്. ഈ എടുത്ത് നമ്മൾ വയറിങ്ങിൻ്റെ ക്ലിപ്പെല്ലാം തിരിച്ചതുപോലെ ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കാവും. ഇനി ഇത് മാസ് എയർ ഫ്ലോ സെൻസറിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എൻജിൻ എയർ ഫിൽട്ടർ എങ്ങനെ വളരെ എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലായിട്ടെ. അതിന് പ്രത്യേകിച്ച് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.